എനിക്ക് മതി. ആ അതെന്താ 2 വായ കഴിച്ചിട്ട് മതി എന്ന് പറയുന്ന? കഴിക്ക. അമ്മേ, ഒരുരുളാന്ന് പറഞ്ഞ് ഊട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വയറ് ഫുള്ളായി അമ്മേ. വെറുതെ ഇരുന്നാലേ നിനക്ക് വയറ് ഫുള്ളാവും. നന്നായി കഴിച്ചാലല്ലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? ഒരു ദിവസമാണോ ഇത്രയും കഴിക്കുന്നത്? വാ തുറക്ക്, കാണിക്ക. ഈ വായി നോക്കി എന്തിനാ രാത്രി ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്നു? മതിയോ? മതി. വെച്ചിട്ട് വരാം. കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി എന്നോട്. ബിജിമോളെ ദാ വരുന്നു. നിലമോളെ. സാർ, ഈ സമയത്ത് എന്താ ഇവിടെ? അത് പിന്നെ അത് ഒന്നുമില്ല. വിജയ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാന്ന് കരുതി, അതാ വന്നത്. ഞാൻ ശരിക്കും എന്തിനാ ഇവിടേക്ക് വന്നെന്ന് വെച്ചാ, കടയിൽ വെച്ച് ഇയാളോട് അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ ആ ലാവണ്യം, പിന്നെ എപ്പോഴും അവരുടെ കൂടെ അവരുടെ കുറെ സിൽബന്ധികളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അവരൊക്കെ ഉള്ളപ്പോ തന്നോട് അവിടെ വെച്ച് എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റും? ഇനി എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് നമ്മള് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ വരില്ലല്ലോ. നമ്മള് ഫോണിൽ എന്തെങ്കിലും പറയും, അത് കേൾക്കുന്നത് വേറെ പോലെ ആയിരിക്കും. അതുകൊണ്ടാ ഐ ടു ഐ കോണ്ടാക്ട്. എന്താണെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കാനാ നേരം വൈകിട്ട് പോലും ഞാൻ വന്നത്. ഇങ്ങനെ രാത്രി വന്ന് സംസാരിക്കുന്ന അത്രയും അത്യാവശ്യമുള്ള കാര്യം എന്താ സാർ? എന്താന്ന് വെച്ചാ, മോളെ എനിക്ക് അമ്മയുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടൊന്ന് സംസാരിക്കണം. മോളൊന്ന് അകത്തേക്ക് പോയിക്കോളൂ. എന്റെ മോളില്ലാതെ എനിക്ക് ഒരു പേഴ്സണൽ ആവശ്യമില്ല സാർ. അവളെ ഇവിടെ തന്നെ ഇരുന്നോളും, പറഞ്ഞോളൂ. അല്ല വിജി, ഇത് നമ്മുടെ കടയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ ലാവണ്യ എന്തിനാ വെറുതെ മോളെ ഇതൊക്കെ കേൾപ്പിക്കുന്നേ? വേഗം പോ മോളെ. മുഴുവൻ പുച്ഛം മാത്രമാണല്ലോ. ഒന്ന് വേഗം പറയാമോ, എന്താ കാര്യം? വിജയ്, ആ ലാവണ്യ വിജയ് ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. എന്റെ ദേഷ്യം തിളച്ചു മറിയാ. എന്ത് ചെയ്യാനാ, നമ്മുടെ അവസ്ഥ അങ്ങനെയായിപ്പോയി. ഞാൻ ഇരിക്കുന്ന എന്റെ പൊസിഷൻ, അതുകൊണ്ട് എന്റെ ദേഷ്യം എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ കടയുടെ ഓണറില്ലേ, അയാൾക്ക് നമ്മളെല്ലാവരെക്കാളും ലാവണ്യോടാണ് കൂടുതൽ അടുപ്പം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ, അവരാണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ആ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. അതുകൊണ്ട് ലാവണ്യാന്ന് വെച്ചാൽ ഭയങ്കര വിശ്വാസം അയാൾക്ക്. തന്നോട് പോലും ലാവണ്യയുടെ കീഴിൽ ജോലി ചെയ്യാനല്ല പറഞ്ഞത്. എനിക്കാണെങ്കിൽ വിജയെ കാണുമ്പോ പാവം തോന്നുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഈ ജോലി വിജയ് അങ്ങ് വിട്ടേക്ക്. നിക്ക് ദേഷ്യപ്പെടണ്ട, ഞാൻ മുഴുവൻ പറഞ്ഞൊന്ന് തീർത്തോട്ടെ. എനിക്കറിയാവുന്ന വേറെ നല്ലൊരു കടയിൽ ഞാനൊരു ജോലി റെഡിയാക്കി തരാം. കാര്യം അവിടെ ശമ്പളം ഇത്തിരി കുറവായിരിക്കും, പക്ഷെ അവിടെ ലാവണ്യെ പോലെയുള്ള ഒരു തൊന്തരവും ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. അക്കാര്യത്തില് വിജിക്ക് ഒരു പേടിയും വേണ്ട. ഞാനും ഇവിടുത്തെ ജോലി കളഞ്ഞ് ആ കടയിലേക്ക് വന്നേക്കാം. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നല്ല സന്തോഷമായിട്ട് ജോലി ചെയ്താ പോരെ? ഞാനുണ്ട് വിജി, ഞാൻ നോക്കിക്കോളന്നേ. പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ട്. താൻ എന്തിനെങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ജീവിച്ച് കഷ്ടപ്പെടുന്നത്? ഈ സന്തോഷമാധവൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ വളച്ചു ചുറ്റി പറയുന്നത് ഇഷ്ടമല്ല. ഇയാൾക്ക് വേറൊരു കല്യാണം കഴിച്ചുകൂടെ? തനിക്ക് അതിന് മാത്രം പ്രായമായോ? ചെറുപ്പമല്ലേ? കാണാനാണെങ്കിൽ നല്ല സുന്ദരിയാണ്, നല്ല ഐശ്വര്യമുള്ള നല്ല പെൺകൊച്ച്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലേ ഒരു നിഷ്കളങ്കയായ നല്ലൊരു പെൺകുട്ടി.
തന്റെ ഈ നല്ല മനസ്സിന് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചിലപ്പോ തന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അതും ഒരു വെള്ള ഷർട്ടും വെള്ള പാന്റും ഒക്കെ ഇട്ടിട്ട്